ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمدا صلى الله عليه وسلم الذي أرسله إلى الناس كافة بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ ابتلى إبراهيم ربه بكلمات فأتمهن قال إني جاعلك للناس إماما قال ومن ذريتي قال لا ينال عهد الظالمين. وقال النبي صلى الله عليه وسلم من حج لله فلم يرفث ولم يفسق رجع كيوم ولدته أمه أو كما قال عليه الصلاة والسلام. الله سبحانه وتعالى ഒരുമിച്ചുകൂടൽ കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ നന്മകളാക്കാൻ ഈ മജ്‌ലിസിനെ അല്ലാഹു കാരണമാക്കുമാറാകട്ടെ. ശിഷ്ടകാല ജീവിതം അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളായ നമ്മെ ഓരോരുത്തരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുന്നു. അല്ലാഹുവിന്റെ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ നമുക്ക് വെള്ളവും വായുവും ഉപജീവന മാർഗങ്ങളും ജീവിക്കാൻ ഉതകുന്ന സർവ്വതിനെയും സംവിധാനിച്ച് നമുക്ക് നൽകിയിട്ടുള്ളത് അവന്റെ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാഹു അവന്റെ അടിമകളെ പരിചയപ്പെടുത്താൻ അധികവും ഉപയോഗിച്ച വാക്കുകളെയും അവന്റെ ഗുണങ്ങളെയും പേരുകളെയും നാം പരിശോധിച്ചാൽ അവിടെയും അല്ലാഹു സ്നേഹത്തെയും കാരുണ്യത്തെയും പ്രതിധ്വനിപ്പിക്കുന്ന വാക്കുകളാണ്, വചനങ്ങളാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. പലപ്പോഴും നമ്മുടെ അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ സങ്കല്പിക്കുന്ന നമ്മുടെ സങ്കല്പങ്ങളും അല്ലാഹുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന് വിഘാതം സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മക്കക്കാരായ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയാത്തവരായിരുന്നില്ല, അല്ലാഹുവിനെ അറിയേണ്ടതുപോലെ അറിയാത്തവരായിരുന്നു. അവരും ഹജ്ജ് ചെയ്യുന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹജ്ജിന്റെ പൂർണ്ണമായ രൂപത്തിലുള്ള കൽപ്പനകൾ അല്ലാഹു നൽകുന്നതിന് മുമ്പ് ജാഹിലിയത്തിലുള്ള ഹജ്ജുണ്ട്. ജാഹിലിയത്തിലുള്ള ഹജ്ജിനെ കുറിച്ച് ഖുർആൻ പോലും പരാമർശിച്ചിട്ടുണ്ട്. فإذا أفضتم من عرفات فاذكروا الله عند المشعر الحرام واذكروه كما هداكم إن كنتم من قبله لمن الضالين. എന്ന് തുടങ്ങി അല്ലാഹു കദിക്രി ആബാഇകും വശദ്ദ ദിക്റ, നിങ്ങൾ പണ്ട് നിങ്ങളുടെ പിതാക്കന്മാരെ ഓർത്തിരുന്നതിനേക്കാളേറെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഓർക്കണമെന്ന് പറയുന്നിടത്ത് ജാഹിലിയത്തിൽ അവർ നടത്തിക്കൊണ്ടിരുന്ന ഹജ്ജിന്റെ ചില കർമ്മങ്ങളെ അല്ലാഹുവിന്റെ സൂചനയിലൂടെ അറിയിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അവർ ഹജ്ജ് ചെയ്തിരുന്നു. അല്ലാഹുവിനെ അറിയുന്നത് കൊണ്ടാണ്, അല്ലാഹു ഉണ്ട് എന്നറിയുന്നത് കൊണ്ടാണല്ലോ അവർ ഹജ്ജ് ചെയ്തത്. ഒന്നുകൂടി പറഞ്ഞാൽ കഅബയെ അവര് പ്രദക്ഷിണം വെക്കുമ്പോൾ തവാഫ് ചെയ്യുമ്പോൾ അവര് നഗ്നരായിട്ട് തവാഫ് ചെയ്തിരുന്നു. നമുക്കൊക്കെ അറിയാം ആ ചരിത്രം. എന്തുകൊണ്ടാണ് നഗ്നമായിട്ട് അവര് തവാഫ് ചെയ്തത്? നഗ്നമായിട്ട് തവാഫ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഭൗതിക തലത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരു
ചെയ്താലും ധർമ്മത്തിന് യോജിച്ചതല്ല, അധർമ്മമാണ്, വൃത്തികേടാണ്. പക്ഷേ മക്കയിലെ മുശ്രിക്കീങ്ങൾ എന്തുകൊണ്ട് നഗ്നമായി തവാഫ് ചെയ്തിരുന്നു എന്ന് ചരിത്രത്തിലൂടെ നാം പഠന വിധേയമാക്കിയാൽ അവരവരുടെ വസ്ത്രം അഴിച്ചു വെച്ചത് പടച്ച റബ്ബിന് വേണ്ടി നാം തവാഫ് ചെയ്യുമ്പോൾ മോശമായ സമ്പത്ത് കൊണ്ടുണ്ടാക്കിയ വരുമാനത്തിലൂടെ നാം വാങ്ങിയെടുത്തിട്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നാം തവാഫ് ചെയ്താൽ അത് പടച്ചവന്റെ മുന്നിൽ സ്വീകാര്യയോഗ്യമാകുമോ എന്ന ആശങ്കയുടെ പേരിലാണ് അവർ വസ്ത്രം ഉരിഞ്ഞത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിനെ അവർക്കറിയാം, പക്ഷെ അള്ളാഹുവിനെ അവർ സങ്കല്പിച്ചതും വിചാരിച്ചതും തെറ്റായി പോയി എന്നതാണ് പ്രശ്നം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കുന്നോ ഇല്ലേ എന്നാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹിക്കുന്നത് കൊണ്ടാണല്ലോ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലൂടെ ഓടുന്ന രക്തധമനികൾ, ആ രക്തത്തിന്റെ അളവിനെ നിയന്ത്രിക്കുന്നവൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. ടെക്നോളജി അങ്ങേ തലയിലെത്തി എന്ന് അവകാശപ്പെടുമ്പോ താൻ ഉണ്ടാക്കിയ വിദ്യാഭ്യാസത്തിന്റെ അങ്ങേയറ്റത്തെത്തിക്കൊണ്ട് ആ വിദ്യാഭ്യാസത്തിന്റെ മൂർധന്യതയിൽ ഞാൻ എത്തിപ്പെട്ടു എന്നതിന്റെ അടയാളമായി പടച്ചവൻ ലോകത്ത് സൃഷ്ടിച്ചിട്ടുള്ള സംവിധാനങ്ങളിലേക്ക് തന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് താൻ തൊടുത്തുവിടുന്ന തന്റെ വലിയ വലിയ ഉപകരണങ്ങൾ, ആ ഉപകരണങ്ങളെ തൊടുത്തുവിട്ടു എന്ന വലിയൊരു സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ ഘട്ടത്തിൽ മനുഷ്യൻ എത്തി നിൽക്കുമ്പോ അല്ലാഹ് സൃഷ്ടിച്ച ചന്ദ്രൻ എന്ന് പറയുന്നവന്റെ സൃഷ്ടിപ്പിനെ, ആ സൃഷ്ടിപ്പിൽ അടങ്ങിയിരിക്കുന്ന കോടിക്കണക്കായ കുദറത്തുകളെ മനസ്സിലാക്കാൻ മനുഷ്യൻ പാടുപെടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ സ്നേഹിക്കുന്നത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവൻ ഓരോരുത്തരും തന്റേതായ അറിവിൽ അഹങ്കരിച്ചുകൊണ്ട് താൻ ഉണ്ടാക്കിയതാണ്, തന്റെ സങ്കല്പങ്ങളാണ് വലുത് എന്ന് ചിന്തിച്ചുകൊണ്ട് പടച്ചവന്റെ തെറ്റായ ധാരണയിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ. ഇവിടെ നാം തിരിച്ചറിയേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്നേഹിക്കുന്നു എന്നാണ്. അല്ലാഹു നമ്മളെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പഠിപ്പിച്ചത്. അല്ലെങ്കിൽ അല്ലാഹു അൽ ജബ്ബാരി അൽ ഖഹാർ എന്ന സിഫത്ത് പറഞ്ഞുകൂടെ. അല്ലാഹുവിന്റെ സിഫത്താണല്ലോ. സ്വേച്ഛാധിപതിയും അടക്കി വാഴുന്നവനുമായ അല്ലാഹു എന്ന് വേണമെങ്കിൽ അല്ലാഹുവിന്റെ ഗുണങ്ങളുടെ കൂട്ടത്തിൽ എണ്ണാമായിരുന്നില്ലേ? പക്ഷെ അത് പറഞ്ഞില്ലല്ലോ. ആവർത്തിച്ച് നാം പറയേണ്ടതും പഠിക്കേണ്ടതുമായ കാര്യങ്ങളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച വാക്ക് റഹ്മാൻ, കാരുണ്യവാനാണ്. റഹ്മാൻ ആരാണ്? റഹ്മാൻ ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവന്റെ, അനുഗ്രഹം ചൊരിയുന്നവന്റെ പേരാണ് റഹ്മാൻ. ഒരു ബാപ്പയ്ക്ക് കഴിയുമോ തന്നനുസരിക്കാത്ത കുട്ടിക്ക് ചെലവ് കൊടുക്കാൻ? ഒരു ഉമ്മക്ക് കഴിയുമോ? എത്ര കാലം കഴിയും? അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളിയത്, ഒരു ഉമ്മയേക്കാൾ 70 ഇരട്ടി സ്നേഹമാണ് പടച്ച റബ്ബിന് തന്റെ അടിമയോടുള്ളത്. ഉമ്മയുടെ സ്നേഹം നമുക്കറിയാം. ചിലപ്പോഴൊക്കെ പണ്ട് കാലങ്ങളിൽ ദാരിദ്ര്യത്തിന്റെ അങ്ങേത്തലയിൽ എത്തി നിൽക്കുന്ന കുടുംബങ്ങളിൽ ചിലപ്പോൾ സ്വന്തം ഉമ്മമാർ അവര് ഭക്ഷണം കഴിക്കാതെ മക്കളെ പോറ്റിയവരുണ്ടാകും. കഞ്ഞി മാത്രമാണ് ഉണ്ടാവുക. ആ കഞ്ഞിയുടെ വെള്ളം മാത്രം കുടിച്ചിട്ട് അതിലെ ചോറ് തന്റെ മക്കൾക്ക് കൊടുക്കുന്ന എത്രയോ ഉമ്മമാരുടെ കഥകൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ മാതൃസ്നേഹമൊന്നും ഈ കാലഘട്ടത്തിൽ ഇല്ലാത്തത് തന്റെ മക്കൾക്ക് നൽകേണ്ടത് മാതാപിതാക്കൾ നൽകുന്നില്ല. അതുകൊണ്ട് മക്കളിൽ നിന്നും തിരിച്ച് മാതാപിതാക്കൾക്ക് ലഭിക്കുന്നില്ല. സ്നേഹം കൊടുക്കുമ്പോഴാണ് സ്നേഹം തിരിച്ചു കിട്ടുന്നത്. പ്രിയമുള്ളവരെ, അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്നേഹിക്കുന്നു എന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ അല്ലാഹുവിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അല്ലാഹുവിനെ നമ്മൾ സ്നേഹിക്കാറുണ്ട്. എപ്പോഴെന്നറിയുമോ? നമ്മുടെ രാത്രി ഉറങ്ങുകയായി, പകല് നമ്മൾ എഴുന്നേറ്റപ്പോ നമ്മുടെ പേഴ്സിൽ അല്പം പോലും കാശുണ്ടായിരുന്നില്ല. പകൽ എഴുന്നേറ്റപ്പോ ഒരു 10,000 രൂപ നമ്മുടെ പേഴ്സിൽ. പടച്ചവർക്ക് നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ ഓർത്തിട്ട് മാത്രമാണ് പലപ്പോഴും നമ്മൾ അല്ലാഹുവിനെ സ്നേഹിച്ചിട്ടുള്ളത്. അല്ലാഹു നമ്മളോട് ചെയ്ത ഉപകാരങ്ങളെ മുൻനിർത്തിയിട്ട് മാത്രമേ നമ്മൾ അല്ലാഹുവിനെ സ്നേഹിച്ചിട്ടുള്ളത് വരെ നമ്മൾ മനസ്സിലെത്തി ആലോചിച്ചിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വലിയ ഭൗതികമായ നേട്ടങ്ങൾ നൽകുമ്പോൾ മാത്രം അല്ലാഹുവിനെ അറിയുകയും അവനെ സ്നേഹിക്കുകയും ചെയ്യുന്ന നാം, അല്ലാഹു നമുക്ക് പരീക്ഷണങ്ങൾ നൽകുമ്പോഴും അവനെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ?
അള്ളാഹുവിന്റെ ഉപകാരം ലഭിക്കുമ്പോൾ അള്ളാഹുവിനെ സ്നേഹിക്കൽ എളുപ്പമാണ്. അതിനേക്കാളേറെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ ആ പരീക്ഷണങ്ങളിൽ ക്ഷമയോടെ ഉറച്ചു നിന്നിട്ട് റബ്ബിന്റെ അനുഗ്രഹങ്ങളെ ഓർത്തിട്ട് അവനെ സ്നേഹിക്കാൻ കഴിയണം. അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചർച്ചയ്ക്ക് വിധേയമാകുന്നത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇത്രയും കൂടുതൽ ആദരിക്കപ്പെടാനുള്ള കാരണം എന്താണ്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പരീക്ഷണം ഓരോന്ന് തന്റെ മുന്നിലേക്ക് വന്നപ്പോഴും അള്ളാഹുവിനോടുള്ള ഹുബ്ബ് കൂടുന്നതല്ലാതെ കുറയുന്നുണ്ടായിരുന്നില്ല. ഒരിക്കലും ഇബ്രാഹിം നബി ചോദിച്ചിട്ടില്ല, റബ്ബേ എനിക്കെന്തിനാണ് ഈ പരീക്ഷണം നീ നൽകിയത് എന്ന് ഒരു പ്രാവശ്യം പോലും ഇബ്രാഹിം നബി ചോദിച്ചിട്ടില്ല പടച്ച റബ്ബിനോട്. അതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത്, ഇത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല, ഞാൻ എന്റെ ഇബ്രാഹിമിനെ എന്റെ ഉത്തമമിത്രമാക്കി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം സ്നേഹിച്ചു. തന്റെ മകന്റെ കഴുത്തിൽ കത്തിവെക്കാനാണ് കൽപ്പനയെങ്കിൽ അതിന് ഇബ്രാഹിമിന് തടസ്സമില്ല. കാരണം ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ മകനെക്കാൾ റബ്ബിനെ സ്നേഹിച്ചു പോയി. തന്റെ കൈക്കുഞ്ഞിനെയും തന്റെ ഭാര്യയെയും മക്കയുടെ മണലാരുണ്യത്തിന്റെ മണൽപ്പരപ്പിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറയുമ്പോഴും ഇബ്രാഹിം അലൈഹിസ്സലാമിന് വൈമനസ്സമില്ല. കാരണം അല്ലാഹുവിനെ സ്നേഹിച്ചു പോയി. ഇങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിന്റെ ഓരോ ശകലങ്ങളെ നാം പരിശോധിച്ചാൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചപ്പോ ആ പരീക്ഷണത്തിൽ 100 മാർക്കോട് കൂടി വിജയിച്ചു ഇബ്രാഹിം അലൈഹിസ്സലാം. ഒരു വൈമനസ്സുമില്ല, ഒരു പരാതിയുമില്ല, ഒരു പരിഭവമില്ല റബ്ബിനോട്. നമുക്കൊരു ചെറിയ തലവേദന വന്നാൽ, ഒരു പനി വന്നാൽ, പ്രയാസം വന്നാൽ നാം എന്തൊക്കെയാണ് പറയുക? നമ്മുടെ റബ്ബിനെ പലപ്പോഴും നാം കുറ്റപ്പെടുത്തുന്ന തരത്തിലേക്ക് നമ്മുടെ വാക്കുകൾ മാറിപ്പോകാറുണ്ട്. താൻ തുടങ്ങുന്ന കച്ചവടമൊക്കെ പൊട്ടിപ്പാളിസാകുമ്പോ, അല്ലെങ്കിൽ താൻ ബന്ധപ്പെടുന്ന മേഖലകളിലൊക്കെ പ്രശ്ന സങ്കീർണമായ ഘട്ടങ്ങളെ നേരിടേണ്ടി വരുമ്പോ പലപ്പോഴും നമ്മളൊക്കെ മനസ്സുകൊണ്ടെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടാകും, എന്തിനാണ് എന്റെ റബ്ബ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എന്ന്. നമ്മളങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ റബ്ബിനെ സ്നേഹിച്ചിട്ടില്ല, സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ചിട്ടില്ല. അന്ന് നമ്മളെ സ്നേഹിക്കുന്നു എന്നതിന്റെ വ്യക്തമായ അടയാളം എന്താ? നമ്മുടെ ശരീരം തന്നെ വ്യക്തമായ അടയാളമാണ്. നാം ഈ കണ്ടുകൊണ്ട് എത്ര ഹറാമ കണ്ടിട്ടുണ്ട്. നാം ഹറാമ കാണുമ്പോഴും നമ്മുടെ കണ്ണ് ഹറാമിൽ ചലിപ്പിക്കുന്നത് നമ്മുടെ റബ്ബ് ഒരു മറയുമില്ലാതെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഹറാമിൽ നമ്മുടെ കാതുകളെ കേൾക്കാൻ വേണ്ടി ഉപയോഗിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവൃത്തി ഒരു മറയുമില്ലാതെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരാ കാണുന്നതെന്നറിയോ? നമുക്ക് വെള്ളവും വായുവും ഭക്ഷണവും ജീവിതത്തിന്റെ സർവ്വ ഉപാധികളും നൽകിയിട്ടുള്ള റബ്ബ് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നിട്ടും ഒരു പ്രാവശ്യം പോലും പെടുന്നതിന് തീരുമാനമെടുക്കാതെ വീണ്ടും അവസരങ്ങളുടെ കവാടം തുറന്നു നൽകുമ്പോ അത് അല്ലാഹുവിന്റെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അല്ലാഹുവിന്റെ സ്നേഹത്തിന്റെ ഉദാഹരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പെടുന്നതിനെ പിടിച്ചില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. പെടുന്നതിനെ അല്ലാഹുവിന്റെ പിടിയുണ്ടാകുന്നതിന് കാവലിനെ ചോദിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളം എന്താണെന്നറിയോ? നമുക്ക് 2 മലക്കുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. 2 മലക്കുകൾ, ഒന്ന് റഖീബാണ്, മറ്റൊന്ന് അതീദാണ്. മഅരിഫു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബും അതീദും നാം പറയുന്ന ഓരോ വാക്കുകളെയും ഒരു വള്ളി പുള്ളി മാറാതെ എഴുതിക്കൊണ്ടിരിക്കാനുള്ള ഉത്തരവാദിത്തം അള്ളാഹ് ഏൽപ്പിച്ചവരാണ്. പക്ഷെ അതിലൊരു അത്ഭുതമുണ്ട്. റഖീബും അതീദും വലതും ഇടതും ഇരിക്കുന്ന മലക്കുകളാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ. ഈ വലതിരിക്കുന്ന മലക്കിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അമീറാക്കിയത്. അങ്ങനെ കാര്യമുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വലതു ഭാഗത്തിരിക്കുന്ന മലക്കിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അമീറാക്കിയത്. ഇടതുഭാഗത്തിരിക്കുന്ന മലക്ക് ഒരു മനുഷ്യൻ തിന്മ ചെയ്യുമ്പോൾ ആ മലക്ക് എഴുതാൻ വേണ്ടി തുനിയും. ആ സമയത്ത് അമീറായ റഖീബ് പറയും, എഴുതരുത്, ഇപ്പൊ എഴുതരുത്, ഇനി അവൻ തൗബ ചെയ്താലോ, അവൻ ഇസ്തിഗ്ഫാർ ചെയ്താലോ, കുറച്ചുകൂടി സാവധാനം കൊടുക്കും, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും എഴുതാൻ വേണ്ടി തുനിയും. ആ സമയത്ത് വീണ്ടും റഖീബ് പറയും, എഴുതരുത്, ഇനിയും അവൻ ഇസ്തിഗ്ഫാർ ചെയ്തേക്കാം. അങ്ങനെ 3, 4, 5 തവണ എന്ന ഹദീസിന്റെ വ്യത്യസ്തമായ റിവായത്തുകൾ
കാരുണ്യത്തെ പഠിക്കാൻ ഇതിലേറെ വേറെ ഉദാഹരണമുണ്ടോ? അല്ലാഹു നമ്മളെ സ്നേഹിക്കുകയാണ്. പക്ഷേ എന്നിട്ടും നമ്മൾ അല്ലാഹുവിനെ സ്നേഹിച്ചില്ല, അല്ലാഹുവിനെ നമ്മൾ തിരിച്ചറിഞ്ഞില്ല, അല്ലാഹുവിന്റെ കൽപ്പനകളെ പൂർത്തിയാക്കാൻ നമ്മൾ സന്നദ്ധമായില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുസ്മരണമെന്നോണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാത്രമല്ല, ഹജ്ജ് എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ റബ്ബിനോടുള്ള സ്നേഹത്തിന്റെ വലിയ ഉദാഹരണമാണ്. ഒരു കുടുംബം തന്റെ റബ്ബിനെ സ്നേഹിച്ചു എന്നതിന്റെ ഉദാഹരണം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്നേഹം പോലെ അല്ലാഹുവിനോട് ഹാജറ ബീവിക്ക് സ്നേഹമുണ്ട്, അതുപോലെ ഇസ്മാഈൽ നബിക്കും സ്നേഹമുണ്ട്. ആരെയാണ്? അല്ലാഹുവിനെയാണ് സ്നേഹിക്കുന്നത്. ആ സ്നേഹത്തിന് മുന്നിൽ മറ്റൊന്നിനും അവർ പ്രാധാന്യം കൽപ്പിച്ചില്ല. അതുകൊണ്ട് ലോകത്ത് മുഴുവൻ ശരീഅത്തുകൾ അല്ലാഹു സ്ഥിരപ്പെടുത്തുമ്പോഴും ഇബ്രാഹിമി മില്ലത്തിനെ നിങ്ങൾ പിന്തുടരണമെന്ന് ഈ ഉമ്മത്തിനോട് അല്ലാഹു കൽപ്പിച്ചു. തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്തിനെ അല്ലാഹു ബാക്കിയാക്കി. മുഴുവൻ ശരീഅത്ത് സ്ഥിരപ്പെട്ടു. തൗറാത്തില്ല, ഇൻജീലില്ല, സബൂറില്ല, മുൻകാല ശരീഅത്തുകളിൽ ഇവിടെ പറ്റില്ല. പക്ഷേ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തെ അനുസ്മരിക്കുന്ന ഹജ്ജ് എന്ന് പറയുന്ന ഉദാത്തമായ കർമ്മം ഈ ഉമ്മത്തിന്റെ മേൽ അല്ലാഹു ഫർളാക്കിയെന്ന് മാത്രമല്ല, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈതി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. വഴിയാലും തടിയാലും സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ ശേഷിയുള്ള മുഴുവൻ ഈ ഉമ്മത്തിലെ വ്യക്തികളും ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചു. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈതി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്. ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും നാം പരിശോധിച്ചാൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചവനോടുള്ള സ്നേഹാധിക്യത്താൽ ചെയ്തു തീർത്തിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹത്തിന്റെ അമലുകളുടെ ഒരു സാംശീകരണമാണ്, അല്ലെങ്കിൽ അതിന്റെ പിന്തുടർച്ചയാണ് ഹജ്ജിലൂടെ നാം നിർവഹിക്കുന്നത്. തവാഫ് ചെയ്യുമ്പോ നമ്മൾ ഓർക്കേണ്ടത് എന്തെന്നറിയുമോ? അതിന്റെ തൊട്ടടുത്തൊരു കല്ലിരിക്കുന്നുണ്ട്. ഈ വചനത്തിന്റെ തൊട്ടു മുമ്പിൽ അല്ലാഹു പറയുന്ന വചനം എന്തെന്നറിയുമോ? ഫീഹി ആയാതുൻ ബയ്യിനാതുൻ മഖാമു ഇബ്രാഹിം. നിങ്ങൾ വന്നിരിക്കുന്ന മക്ക, ആ മക്കയിലെ കഅബ, നിങ്ങളൊക്കെ തിരിഞ്ഞ് നിസ്കരിക്കുന്ന, ആ മക്ക തിരിഞ്ഞ് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന കഅബയെ കുറിച്ച് അല്ലാഹു പറയുമ്പോ ആ കഅബയെ മാത്രമല്ല അല്ലാഹു പറയുന്നത്, ആ കഅബയുടെ നിർമ്മാണത്തിൽ അല്ലാഹു തിരഞ്ഞെടുത്തിട്ടുള്ള ഇബ്രാഹിമി കുടുംബത്തിന്റെ അല്ലാഹു അതിന്റെ പാരമ്പര്യത്തെ, അതിന്റെ ഗുണങ്ങളെ സംബന്ധിച്ച് നമുക്ക് മുന്നിൽ വിശദീകരിക്കുകയാണ്. ഫീഹി ആയാതുൻ ബയ്യിനാതുൻ മഖാമു ഇബ്രാഹിം. നിങ്ങൾ കഅബയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ലക്ഷോപലക്ഷം ഹാജിമാര് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും തിരക്കേറിയതിലേക്ക് കൊണ്ട് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജിദ്ദയിലെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്ക് ഹാജി സഞ്ചരിക്കുമ്പോ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന ഉത്തരം പറഞ്ഞുകൊണ്ട് അവർ യാത്ര ചെയ്യുമ്പോ ഹാജിയുടെ മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഞാൻ ഇതുവരെ കാണാതെ ഏതൊരു കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചിരുന്നോ ആ കഅബയുടെ കൺമുന്നിൽ കാണാൻ വേണ്ടി പോകുന്ന അങ്ങേയറ്റത്തെ ഒരിക്കലും നിർവചിക്കാൻ കഴിയാത്ത അനിർവചനീയമായ നിമിഷത്തിന്റെ സമയമാണ് ഒരു ഹാജി കഅബ കാണുമ്പോ, ഒരു ഉംറ ചെയ്യുന്ന ആദ്യമായി കഅബ കാണുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ അവസ്ഥയെ വാക്കുകൾ കൊണ്ട് നിർവചിക്കാൻ കഴിയാത്ത അത്രയും വല്ലാത്തൊരു രംഗമുണ്ട്. ആ രംഗത്തിലേക്ക് ഓരോ ഹാജി കടന്നു പോകുമ്പോ അല്ലാഹു പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ കഅബയൊക്കെ ചുറ്റിക്കണ്ട് ആ കഅബയെ നിങ്ങൾ തവാഫ് ചെയ്യുമ്പോ അതിന്റെ അവസാനത്തിൽ എത്ര റക്അത്ത് നിസ്കാരമുണ്ട്? വത്തഖദു മിൻ മഖാമി ഇബ്രാഹിം മുസല്ല. നിങ്ങൾ നിസ്കരിക്കുന്നത് എവിടെയെന്നറിയുമോ? തവാഫിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിങ്ങൾ മഖാമ ഇബ്രാഹിമിന്റെ അടുത്ത് വന്നിട്ട് നിസ്കരിക്കണം. മഖാമ ഇബ്രാഹിമിന്റെ അടുത്ത് വന്നിട്ട് തവാഫ് കഴിഞ്ഞിട്ട് എന്തിനാണ് നിസ്കരിക്കാൻ പറഞ്ഞത്? അത് നിസ്കാരം കൊണ്ട് മാത്രമല്ല, നിസ്കാരം മാത്രമല്ല അവിടെ ലക്ഷ്യം. അവിടെ നീ നിസ്കരിക്കാൻ പറഞ്ഞിട്ടുള്ള മഖാമ ഇബ്രാഹിം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കണ്ണാടി പെട്ടിയുണ്ട്. ആ കണ്ണാടി പെട്ടിക്കുള്ളിൽ ഒരു കല്ലുണ്ട്. ആ കല്ലിൽ ചില അടയാളങ്ങളുണ്ട്. എന്തിന്റെ അടയാളമെന്നറിയുമോ? അത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലടിപ്പാട് പതിഞ്ഞിട്ടുള്ള കല്ലാണ്. ആ കല്ലിന്റെ അടുത്ത് വന്നിട്ട് നിന്നോട് നിസ്കരിക്കാൻ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നീ നിസ്കരിക്കുമ്പോഴും നീ കഅബയിലേക്ക് തിരിഞ്ഞിട്ട് റബ്ബിനെ സ്മരിച്ചുകൊണ്ട് മാത്രം നിസ്കരിക്കുമ്പോഴും നീ ഓർക്കണം, ഈ പാദം പതിഞ്ഞിട്ടുള്ള ഇബ്രാഹിം അലൈഹിസ്സലാം ഈ ലോകത്ത് ചെയ്തു തീർത്തിട്ടുള്ള ത്യാഗങ്ങളെ നീ അനുസ്മരിക്കണം. ആ ത്യാഗത്തെ അനുസ്മരിച്ചുകൊണ്ടാകണം
നിന്റെ ഹജ്ജ് നീ ആരംഭിക്കേണ്ടത് എന്ന്, നിന്റെ ഉംറ നീ ആരംഭിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക. അതുകൊണ്ടാണ് ഫീഹി ആയാതുൻ ബയ്യിനാതുൻ, ഒരുപാട് ദൃഷ്ടാന്തമുണ്ട് മക്കയിൽ, ഒരുപാട് അല്ലാഹുവിന്റെ അടയാളങ്ങളുണ്ട് മക്കയിൽ. പക്ഷേ അതിലൊന്ന് എടുത്തു പറഞ്ഞ അടയാളം മഖാമുൽ ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കാലടിപ്പാട് പതിഞ്ഞിട്ടുള്ള കല്ല്. ആ കല്ല് വലിയ അനുസ്മരണീയമാണ്. എന്തുകൊണ്ടാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ സ്നേഹത്തിൽ ചെയ്തു തീർത്ത അമലുകൾ, ആ അമലുകൾ അനുസ്മരിക്കലാണ് ഹജ്ജ്. തവാഫ് ചെയ്യുമ്പോൾ ആലോചിക്കണം, ഈ കഅബ ഒരു മിഷണറിയും ഇല്ലാത്ത കാലഘട്ടത്തിൽ വയോവൃദ്ധനായ ഉപ്പയും 7-8 വയസ്സ് പ്രായമുള്ള ഒരു മകനും കൂടി ഈ കല്ലുകൾ ഏറ്റി വെച്ചിട്ട് ഈ കഅബ പണിത ഒരു രംഗമുണ്ടല്ലോ, ആ രംഗം ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്നർത്ഥം നമ്മളോട് പറയുകയാണ്. അല്ലാഹുവോടുള്ള സ്നേഹം കൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ലോകത്തെ വ്യത്യസ്തനായി. അല്ലാഹുവിനെ സ്നേഹിച്ചത് കൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും അനുസ്മരിക്കാൻ കൽപ്പിച്ചു. ഓരോ ഹാജിമാരും സ്മരിച്ചേ മതിയാകൂ. വലിയ പൗരപ്രമുഖനാണെങ്കിലും വലിയ സമ്പന്നനാണെങ്കിലും ആരാണെങ്കിലും ശരി, തവാഫ് ചെയ്തേ മതിയാകൂ, ചുറ്റിക്കറങ്ങിയേ മതിയാകൂ. ധരിക്കേണ്ട വസ്ത്രം 2 മാത്രമാണ്. ഒരുപാട് കോടിക്കണക്കായ പൈസ മുടക്കിയിട്ട് വസ്ത്രം ധരിച്ചവരുണ്ട്. വസ്ത്രത്തിന് വേണ്ടി ലക്ഷങ്ങൾ മുടക്കുന്നവരാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, എന്റെ മകളുടെ നിക്കാഹാണ്, മകൾക്ക് വാങ്ങിക്കൊടുത്തത് 70,000 രൂപയുടെ വസ്ത്രമാണ്, 70,000 രൂപയുടെ ഡ്രസ്. ഒറ്റ ദിവസം ഇടാൻ വേണ്ടി മാത്രം വാങ്ങിയിട്ടുള്ള 70,000 രൂപയുടെ ഡ്രസ് ഉണ്ടല്ലോ, ഈ ഡ്രസ്സൊക്കെ പടച്ചവന്റെ മുന്നിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. തന്റെ നാട്ടിലും തന്റെ നാട്ടിൽ പുറത്തും വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടായിട്ട് നടക്കാത്ത, സബലമാകാത്ത പെൺകുട്ടികൾ നിറഞ്ഞു നിൽക്കുമ്പോ ആ പെൺകുട്ടികൾക്ക് വേണ്ടി തന്റെ സാമ്പത്തികമായ ഈ ശേഷി മുടക്കിയിട്ട് സഹായിക്കുന്നതിന് പകരം, സഹായം എന്ന് പറഞ്ഞാൽ വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, സാന്ദർഭികമായി സ്ത്രീധനം കൊടുക്കാൻ വേണ്ടി സഹായിച്ചിട്ട് കാര്യമില്ല. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ന് പലരും പിരിവ് നടത്തുന്നുണ്ട്, പെൺകുട്ടികളെ കെട്ടിക്കണം, പിരിവാണ്. എന്തിനാ പിരിവ്? പിരിവ് ആവശ്യമുണ്ടോ? ഒരു പെണ്ണിനെ കെട്ടിക്കാൻ സമ്പത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെന്തിന് പിരിവ് നടത്താം? സത്യത്തിൽ ആ പെൺകുട്ടിക്ക് പറ്റിയ ഒരു ചെറുക്കനെ, ഒരു വരനെ കണ്ടെത്തി ആ വരന് വേണ്ടി എന്തെങ്കിലും അധ്വാനിക്കാനുള്ള ഒരു വകയുണ്ടാക്കി കൊടുത്താൽ അതിന് പ്രതിഫലം കിട്ടും. സ്ത്രീധനത്തിന് കാശുണ്ടാക്കി കൊടുത്താൽ ഒരു പ്രതിഫലവും ശരീരത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കൂല. ഇത് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിലായിരിക്കും. പ്രിയമുള്ളവരെ, നാം പറഞ്ഞു വരുന്ന വിഷയം നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. ഇങ്ങനെ ലക്ഷപ്രമുഖനായി നമ്മുടെ വസ്ത്രം കൊണ്ട് നമ്മൾ അഹങ്കരിക്കുമ്പോ ആളുകളുടെ വസ്ത്രം, ഇത് സത്യത്തിൽ വസ്ത്രം ധരിക്കുന്നതൊന്നും സ്വന്തം ആവശ്യത്തിലല്ല, മറ്റുള്ളവർ അറിയണം. ഞാൻ എന്റെ അഹങ്കാരം. നമ്മൾ നോക്കുമ്പോ ഒരാൾ മുണ്ടിങ്ങനെ മടക്കി പിടിച്ചോണ്ട് ഒരാൾ ഇങ്ങനെ നടക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ബ്രാൻഡ് എഴുതിയിട്ടുള്ള ഭാഗം കാണാൻ വേണ്ടി മടക്കി പിടിച്ചതാണ്. ആളുകൾ മറ്റുള്ളവർക്ക് വേണ്ടി വസ്ത്രം ധരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തി. ആവശ്യത്തിനല്ല, അനാവശ്യത്തിന് വേണ്ടി. പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊക്കെ ജീവിച്ച ആളുകളോട് നിങ്ങളുടെ വസ്ത്രമൊക്കെ അഴിക്കണം, എന്നിട്ട് തുന്നലില്ലാത്ത 2 വസ്ത്രം, വെള്ള വസ്ത്രം, കളർ പോലും പാടില്ല, വെള്ള വസ്ത്രം ധരിക്കുന്നതിനറിയുമോ? അന്നിവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്നത് ഈ 2 വസ്ത്രം ധരിച്ചിട്ടാണ്. ഈ 2 വസ്ത്രം ധരിച്ചാണ് ഇബ്രാഹിം ജീവിതം മുഴുവൻ കഴിച്ചു കൂട്ടിയത്. ആ ഇബ്രാഹിമിന്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ 8 ദിവസമെങ്കിലും ആകണം. ആ 8 ദിവസം കൊണ്ട് ജീവിതത്തിന്റെ അന്ത്യം വരെ നിങ്ങൾക്ക് ആ ഈമാൻ കാത്തു സൂക്ഷിക്കാൻ കഴിയണം. ഇതിനുവേണ്ടിയാണ് 2 വസ്ത്രം ധരിപ്പിച്ചത്. ഇഹ്റാം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയോ? ഇതുവരെ ഹലാലായിരുന്നതൊക്കെ ഹറാമാക്കണമെന്ന ജീവിതത്തിൽ. ഇതുവരെ ഏത് വസ്ത്രവും ധരിക്കാം, ആ വസ്ത്രമൊക്കെ അഴിച്ചു വെച്ചിട്ട് 2 വസ്ത്രം മാത്രം, അതും കൂട്ടിക്കെട്ടാൻ പാടില്ല. അതിങ്ങനെ ശരീരത്തിന്റെ പുതപ്പായിട്ട് ധരിക്കുമ്പോ കൂട്ടിക്കെട്ടാൻ പോലും പാടില്ല. അതങ്ങനെ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നിങ്ങൾ കഅബ ലക്ഷ്യമാക്കി തവാഫ് ചെയ്യണം. ആ തവാഫെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു വെള്ളം കുടിക്കുന്നുണ്ട്. ആ വെള്ളത്തിന്റെ പേരാണ് സംസം. നമുക്കറിയോ ആ വെള്ളം എവിടെ നിന്ന് പുറപ്പെട്ടത്? നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ ചരിത്രത്തിന്റെ ഉള്ളറകളിലേക്ക് കടന്നു പോകുമ്പോ ഒരു തന്നെ ഈ കുഞ്ഞിന് വേണ്ടി സഹിച്ച ത്യാഗം, ദീനിന്റെ പേരിൽ സഹിച്ച ത്യാഗം, ഒരു പരാതി പോലും പറയാത്ത ഹാജറ ബീവിയെ പോലെ എന്തുകൊണ്ട് ഹജ്ജുമ്മമാരെ ആകാൻ കഴിയാത്ത
ഹജ്ജിന് വേണ്ടിയല്ലല്ലോ പോകുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി അവസാന കാലഘട്ടത്തിൽ ഹാജിമാരെ വർദ്ധിക്കും, ഹജ്ജ് ചെയ്യുന്നവർ വർദ്ധിക്കും, ഒരു കുറവുണ്ടാവില്ല. നബി തങ്ങൾ എത്ര കൃത്യമായിട്ടെല്ലാം പറഞ്ഞത് നമ്മൾ ആലോചിക്കണം, എത്ര കൃത്യമായി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി ഹജ്ജ് ചെയ്യുന്നവർ വർദ്ധിക്കും, സമ്പന്നർ ഹജ്ജ് ചെയ്യും ഉല്ലാസത്തിന് വേണ്ടി. ഹദീസാണ്. സമ്പന്നർ ഹജ്ജിന് പോകും ഉല്ലാസത്തിന് വേണ്ടി. ഉലമാക്കൾ ഹജ്ജിന് പോകും പ്രതാപത്തിന് വേണ്ടി. എന്തെന്നറിയോ, ഞാൻ ഇത്ര ഹജ്ജ് ചെയ്യും, നമ്മളെല്ലാം കാക്കട്ടെ. നമ്മുടെ ബഹുമാനപ്പെട്ട ഉലമാക്കൾ ഖിദ്മത്തിന്റെ അർത്ഥത്തിൽ ഒരുപാട് പേര് പോകുന്നുണ്ട്, അവരെ കഥ കബൂലാക്കട്ടെ. പക്ഷേ നിയ്യത്ത് മാറുമ്പോ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഹജ്ജിന് വേണ്ടി പോകുന്നു, ഞാൻ ഇത്ര ഹജ്ജ് ചെയ്തു എന്നറിയിക്കാൻ വേണ്ടി. പണ്ടൊരു ഹാജിയുടെ അടുക്കൽ ഒരാള് അതിഥിയായിട്ട് പോയതാണ്, ഹജ്ജ് കഴിഞ്ഞ് കാണാൻ. ഹാജി പറഞ്ഞു, മോനെ, നമ്മൾ 5ാമത്തെ ഹജ്ജിന് കൊണ്ടുപോയിട്ട് വന്ന ആ പാത്രത്തിൽ 6ാമത്തെ ഹജ്ജിന് പോയിട്ട് വന്ന കാരൊക്കെ ഇട്ടുള്ളൂ. 6 ഹജ്ജും ഒരൊറ്റ വാക്കുകൊണ്ട് തീർന്നു. 6 ഹജ്ജ് തീർന്നു. 6 ഹജ്ജിന് വേണ്ടി എത്ര പൈസ മുടക്കിയിട്ടുണ്ടാകും, എത്ര മിനയിലും അറഫയിലും മുസ്ദലിഫയിലും ത്യാഗം സഹിച്ചിട്ടുണ്ടാകും, ഒക്കെ ഒരൊറ്റ വാക്കുകൊണ്ട് തീർന്നു. നിയ്യത്ത് നന്നാക്കാതെ ചെയ്യുന്ന ഹജ്ജുകൾക്കൊരു പ്രതിഫലം അല്ലാഹുവിന്റെ സമക്ഷത്തിലില്ല. മൻ ഹജ്ജ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യുന്നു. ഉലമാക്കൾ ഹജ്ജ് ചെയ്യും ആ കാലഘട്ടത്തിൽ തന്നെ ഇത്ര ഹജ്ജ് ചെയ്തു എന്ന് അറിയിക്കാൻ വേണ്ടി. കച്ചവടക്കാർ കച്ചവടത്തെ ലക്ഷ്യമാക്കി ഹജ്ജിന് വേണ്ടി പോകും. ദാരിദ്ര്യമുള്ളവർ അവിടെ പോയിട്ട് ആളുകളിൽ നിന്നും പൈസ വസൂലാക്കാം, ആളുകളിൽ നിന്നും പിരിവെടുക്കാമെന്ന് ആഗ്രഹിച്ചിട്ട് ഹജ്ജിന് വേണ്ടി പോകും. ഇങ്ങനെ നിയ്യത്തുകൾ വ്യത്യസ്തമായിട്ട്, ലക്ഷ്യങ്ങൾ വ്യത്യസ്തമായിട്ട് ഹജ്ജിന് വേണ്ടി പോകും. പക്ഷേ അത് ഒരൊറ്റ ഹജ്ജിന് മാത്രമേ പ്രതിഫലമുള്ളൂ. മൻ ഹജ്ജ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യണം, അല്ലാഹുവിന് വേണ്ടി ചെയ്യണം. അല്ലാഹുവിന്റെ സ്നേഹം കിട്ടാൻ, അവനോടുള്ള സ്നേഹം അറിയിക്കാൻ, അവനോടുള്ള സ്നേഹം അറിയിക്കാൻ വേണ്ടി ഹജ്ജ് ചെയ്യണം. ആ സ്നേഹത്തിലായി ജീവിച്ച ഒരു വലിയ കുടുംബത്തെ അനുസ്മരിച്ചുകൊണ്ട് ഹജ്ജിനെ നിർവഹിക്കണം. അതേപോലെ 2 വസ്ത്രം ധരിച്ചു കൊണ്ടുപോയി, എന്നിട്ട് തവാഫ് കഴിഞ്ഞ് സംസം എന്ന് പറയുന്ന വെള്ളം കുടിക്കുമ്പോ ഒന്ന് ആലോചിക്കണം, ഇത് എവിടെ നിന്ന് വന്നതെന്ന് അറിയുമോ? പ്രിയമുള്ളവരെ, മക്കയുടെ മണൽപ്പരപ്പിൽ ഒരു കുടുംബത്തെ ഉപേക്ഷിച്ചിട്ട് ഒറ്റക്കാക്കിയിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം യാത്ര തിരിച്ചു പോയപ്പോ മഹദിയായ ഹാജറ റളിയല്ലാഹു അൻഹ തന്റെ കയ്യിലുള്ള ഭക്ഷണങ്ങളൊക്കെ തീർന്നിട്ട് അങ്ങനെ ആലോചിക്കുകയാണ് ഹാജറ ബീവി, എന്ത് ചെയ്യും? അങ്ങനെ സഫ എന്ന് പറയുന്ന പർവ്വതത്തിലേക്ക്, മർവ എന്ന് പറയുന്ന പർവ്വതത്തിലേക്ക് മാറി മാറി ഓടി. ഏതെങ്കിലും കച്ചവട സംഘം വഴിതെറ്റി വരുമോ എന്നാലോചിച്ചുകൊണ്ട് ഓടി നടന്നത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടു. അല്ലാഹു ഇസ്മാഈൽ നബിയുടെ കാലടിപ്പാടിൽ നിന്നും സംസം എന്ന ഉറവ പുറപ്പെടുവിച്ചു. ആ ഉറവ ആകാശത്തേക്ക് ഉയർന്നു. ഉറവ ഉയർന്നു വന്നപ്പോ ഹാജറ ബീവി ഓടി വന്നു, തന്റെ കൈക്കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തു. അഥവാ ഈ വെള്ളത്തിലെങ്ങാനും മുങ്ങി മരിച്ചു പോകുമോ എന്ന് പേടിച്ചുകൊണ്ട് പറഞ്ഞുപോയി. സംസം മതി മതി എന്ന് ഹിബ്രു ഭാഷയിൽ അർത്ഥം വരുന്ന വാചകം പറഞ്ഞപ്പോ അല്ലാഹ് തീരുമാനിച്ചു, എന്റെ ഹാജർ അങ്ങ് പറഞ്ഞ വാക്കുണ്ടല്ലോ, അത് മതി, ഖിയാമെന്നാണ് ഒരു ഈ വെള്ളത്തിന്റെ പേരായി. ഈ വെള്ളത്തിന്റെ പേര് അത് മതി, വേറെ വേണ്ട. സംസം എന്തിനു വേണ്ടി കുടിക്കുന്നു അതിനു വേണ്ടിയുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ പോകുന്നത് സഫാ മർവയിലേക്കാണ്. ഹാജറ റളിയല്ലാഹു അൻഹ ഓടി നടന്ന ഹാജറ റളിയല്ലാഹു അൻഹ ഒരു അടിമയായ സ്ത്രീയാണ്, കറുത്ത വർഗ്ഗക്കാരിയാണ്, കാണാൻ അത്ര കൊള്ളില്ല. അങ്ങനെയുള്ള ഹാജറ ബീവി ഓടിയത് അല്ലാഹുവിന്റെ മാർഗത്തിൽ തന്റെ ഭർത്താവ് പോയപ്പോ തന്റെ മകന് വേണ്ടി വെള്ളം അന്വേഷിച്ചോടിയതാണ്. പക്ഷെ ആ ഓട്ടത്തെ ഈ ഉമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാകുന്ന ഇബാദത്താകുന്ന ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അമലാകുന്ന തവാഫിന് ശേഷം സഅയ് എന്ന് പറയുന്ന നിർബന്ധമായ അമലിൽ ഓരോ ഹാജിയും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കർമ്മമായി സഅയ് നിശ്ചയിച്ചത് ഹാജറ റളിയല്ലാഹു അൻഹയോടുള്ള അല്ലാഹുവിന്റെ സ്നേഹം മുൻനിർത്തിയിട്ടാണ്. അല്ലാഹുവിന്റെ സ്നേഹം മുൻനിർത്തിയിട്ട ഹാജറ റളിയല്ലാഹു അൻഹ ഓടിയതുപോലെ ഇനിയൊരു ഹാജറയും ഓടണ്ട, ഇനിയൊരു സ്ത്രീയും ഓടണ്ട. ഹാജറ ഓടിയതുപോലെ പിന്നെ ആരോടണമെന്നറിയുമോ? ഈ ഉമ്മത്തിലെ മുഴുവൻ പുരുഷന്മാരും ഓടണം, ഈ ഉമ്മത്തിലെ മുഴുവൻ ഹാജിമാരും ഓടണം, ഈ ഉമ്മത്തിലെ മുഴുവൻ ഉംറ ചെയ്യുന്നവരും ഓടണം. ആരോഗ്യതുപോലെ ഹാജറ റളിയല്ലാഹു അൻഹ കർത്തവർഗ്ഗക്കാരിയായ കാണാൻ
എഴുതാത്ത ഹാജറ റളിയല്ലാഹു അൻഹ എന്ന് പറയുന്ന ശുദ്ധമായ വെളുത്ത മനസ്സിന്റെ ഉടമയായിരുന്ന ഹാജറ റളിയല്ലാഹു അൻഹ ഓടിയതുപോലെ ഈ ഉമ്മത്തിലെ ഓരോ പുരുഷനും ഓടണമെന്ന് അല്ലാഹു ഹജ്ജിന്റെ കർമ്മമായി ഉംറയുടെ കർമ്മമായി നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്, എന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ് സഫാ മർവ എന്ന് പറഞ്ഞത്. ഈ സഫയുടെയും മർവയുടെയും മുകളിൽ എനിക്ക് വേണ്ടി ഹാജറ ഓടി. അതുകൊണ്ട് ഹാജറയുടെ കാൽപാദങ്ങൾ സ്പർശിച്ചിട്ടുള്ള ഈ സഫയും മർവയും എന്റെ ദീനിന്റെ ചിഹ്നമാണ് എന്ന് മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ അതുകൊണ്ട് കഅബ കല്ലാണെന്ന് പറഞ്ഞ് നിസാരപ്പെടുത്തണ്ട. ഈ സഫയും മർവയും ഈ മർവയും കല്ലാണെന്ന് പറഞ്ഞ് ആരും നിസാരപ്പെടുത്തണ്ട. ഇതിനൊക്കെ പടച്ചവൻ അവന്റെ ചിഹ്നമായി നിശ്ചയിച്ചിട്ടുള്ളതാണ്. ആരെങ്കിലും ഇതിനെ തന്റെ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ നിസാരവൽക്കരിച്ചിട്ട് ഈ ഉമ്മത്തിന്റെ വഴികേട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുവെങ്കിൽ തിരിച്ചറിയുക, പരിശുദ്ധ ദീനിനോടുള്ള വിമുഖതയാണത്. പുതിയ സങ്കല്പങ്ങൾ കടന്നു വരുന്നത് എന്തുകൊണ്ടെന്നറിയുമോ? അക്ബർ എന്ന് പറയുന്ന ചക്രവർത്തിക്ക് ബ്രിട്ടീഷുകാരൻ കൊണ്ടുകൊടുത്ത വപ്പാട്ടിപ്പെണ്ണിനെയും സീല് പൊട്ടിക്കാത്ത മദ്യക്കുപ്പിയും കൊണ്ടുപോയി അക്ബർ ചക്രവർത്തിക്ക് കൊണ്ടുപോയി കൊടുത്തപ്പോ അക്ബറിന്റെ പുതിയ മതമുണ്ടായെങ്കിൽ അങ്ങനെ പുതിയ മതമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ചില മുസ്ലിം വേഷധാരികളായി ധരിക്കുന്ന പണ്ഡിതന്മാരും ഇവിടെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. എന്തിനറിയുമോ? അക്ബറിന്റെ പിന്മുറക്കാരാകാൻ ആരോ കൊടുത്ത പൈസക്ക് വേണ്ടി ഈ ഉമ്മത്തിന്റെ ദീനിനെ കാർന്നു തിന്നാൻ ശ്രമിക്കുന്ന ചില പണ്ഡിത വേഷധാരികളെ നാം തിരിച്ചറിയണം. അത് അക്ബറിന്റെ പിന്മുറക്കാരല്ലാതെ വേറെ ആരുമല്ല. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കണം, മഹാനായ മഹതിയായ ഹാജറ റളിയല്ലാഹു അൻഹ സഫയുടെയും മർവയുടെയും ഇടയിലൂടെ ഓടിയപ്പോ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടു. അത് ഓട്ടം അള്ളാഹു നിശ്ചയിച്ചു ഉമ്മത്തിലെ പുരുഷന്മാർക്ക്. സ്ത്രീകൾ ഓടണ്ട, കാരണം ഹാജറ ബീവി ഓടിക്കഴിഞ്ഞവർക്ക് വേണ്ടി ഓടിക്കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് ദുൽഹജ്ജത്തിന്റെ മിനയുടെ താഴ്വരയിലേക്ക് പോകണം ഹാജി. വലിയ വിപ്ലവം സൃഷ്ടിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. മാത്രമല്ല, വലിയ വീടുകൾ നിർമ്മിച്ചിട്ട് അതിന്റെ അഹങ്കരിക്കുന്നവരാ. കുടിയിരിക്കൽ എന്ന് പറയുന്ന ചടങ്ങിൽ നിങ്ങളുള്ളവരെ ചില കുടിയിരിക്കലൊക്കെ കണ്ടാൽ ചില ആളുകൾ പറയുന്നുണ്ട്, നമ്മുടെ മഹാനായ ആളുകൾക്ക് മഹാനാണ്, അതുകൊണ്ടാണ് വലിയ വീട്, മഹാനായത് കൊണ്ടാണ് വലിയ വീട്. നബിതങ്ങളോടുള്ള ഹബ്ബ് കൂടിയപ്പോൾ വലിയ വാഹനം. അങ്ങനെയുണ്ടോ? നബി അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ അവസ്ഥ എന്താ? നബിതങ്ങൾക്ക് സുജൂദ് ചെയ്യണമെങ്കിൽ ആയിഷ ബീവി ചുരുണ്ടു കൊടുക്കണം എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞെങ്കിൽ ആ നബിതങ്ങളോട് റബ്ബിന്റെ അങ്ങേയറ്റത്തെ സ്നേഹത്തിന്റെ വലിയ വാഗ്ദാനങ്ങളും ഭയങ്കരമായ പ്രസ്താവനകളും ഇറക്കിയിട്ട് തന്റെ വീട് 6000-ഉം 5000-ഉം സ്ക്വയർ ഫീറ്റിന്റെ വീട് പണിതിട്ട് ഇതിന്റെ അങ്ങനെ കഥാപത്താമെന്ന് പറഞ്ഞ് ഈ ഉമ്മത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുത്. പ്രിയമുള്ളവരെ, നമ്മളെന്താ വിചാരിച്ചത്? നബിതങ്ങൾക്ക് ബുറാഖിന്റെ വാഹനമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ഉയർന്ന വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് എന്ന ബുറാഖാണ് നബിതങ്ങളുടെ വാഹനം. എന്താ ബദറിലേക്ക് ബുറാഖ് വരാത്തത്? ബദറിലേക്ക് എന്തുകൊണ്ട് ബുറാഖ് വന്നില്ല? ഉഹദിലേക്ക് എന്തുകൊണ്ട് ബുറാഖ് വന്നില്ല? എന്തുകൊണ്ട് നബിതങ്ങൾ നടന്ന് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര ചെയ്തതിന്റെ പേരിൽ നബിതങ്ങളുടെയും സഹാബാക്കളുടെയും കാലുകൾ പൊട്ടിക്കിട്ട കാലുകളിൽ ചീഞ്ചലും പുറത്തേക്ക് വന്നിട്ട് അവസാനം ആ കാലുകളിൽ വസ്ത്രം വെച്ച് കെട്ടേണ്ടി വന്നിട്ട് ആ യുദ്ധത്തിനും പോരാട്ടത്തിനും അങ്ങനെ തന്നെ പേരിട്ടപ്പോ ആ നബിതങ്ങളുടെ ചരിത്രം മറന്നുപോയിട്ട് തന്റെ സുഖിമാന്മാരായിട്ട് ജീവിക്കാൻ വേണ്ടി ദീനിനെ കൂട്ടുപിടിക്കുന്നവർ തിരിച്ചറിയണം റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ത്യാഗനിർഭരമായ ജീവിതത്തെ. അതുകൊണ്ട് മിനയുടെ താഴ്വരയിലേക്ക് പോകുമ്പോ വലിയ കെട്ടിടങ്ങളും വലിയ വീടുകളും ഉണ്ടാക്കി ഭയങ്കരമായ സുഖമായി ജീവിച്ചിരുന്നവർ ഇന്ന് ടെന്റിൽ കിടക്കണം. കിടക്കാൻ വലിയ കിടക്കയില്ല, വലിയ വിരിപ്പൊന്നുണ്ടാവൂല. എത്ര വലിയ ഇപ്പൊ ടെന്റ് AC ആക്കുന്നെന്നാ പറയുന്നത്. എത്ര AC ആക്കിയാലും അതിന്റെ ഉള്ളിൽ വേറൊരു ത്യാഗമുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ മിനയുടെ താഴ്വര, ആ മിനയുടെ താഴ്വരയിലേക്ക് വരുമ്പോ നമ്മൾ ആലോചിക്കേണ്ട ഒരുപാട് ചരിത്രമുണ്ട്. മിനയുടെ താഴ്വര നമുക്ക് പറഞ്ഞു തരുന്ന ഒരുപാട് കഥകളുണ്ട്. റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളെ ആരോടും ഏറ്റെടുക്കാനില്ലാതെ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളെ എല്ലാവരും നബിതങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുമ്പോ, നബിതങ്ങൾ അവഗണിക്കുമ്പോ, എന്നെ ആര് സഹായിക്കും, എന്നെ ആരെടുക്കും, എന്റെ ദീനിനെ ആരെടുക്കുമെന്ന് പറഞ്ഞിട്ട് നബിതങ്ങൾ നടന്നു നീങ്ങിയ താഴ്വരയാണ് മിനയുടെ താഴ്വര. ആ മിനയുടെ താഴ്വരയിൽ ഹജ്ജിന്റെ സീസണിൽ നബിതങ്ങൾ ഓരോ ടെന്റുകളിലേക്ക് പോകും. അന്ന്
ജാഹിലിയ്യത്തിലുള്ള ആളുകൾ അവിടെ വരും ഹജ്ജിന് വേണ്ടി. അവരെടുത്ത് പോയിട്ട് നബി തങ്ങൾ പറയും, ആരാണ് എന്റെ ദീൻ ഏറ്റെടുക്കാനുള്ളത്, എന്നെ ആരാണ് ഏറ്റെടുക്കാനുള്ളത് എന്ന് പറയുമ്പോൾ അന്നാണ് മദീനയിലെ അൻസാരികളായ കുറച്ച് ആളുകൾ നബി തങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാകുന്നത്. ഇങ്ങനെ ഒരുപാട് കഥകളുണ്ട് നിനക്ക് പറയാൻ, ഒരുപാട് കഥകളുണ്ട് മുസ്ദലിഫക്ക് പറയാൻ, അറഫക്ക് പറയാൻ. അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഹജ്ജ് ചെയ്യുമ്പോഴാണ് ഹജ്ജ് ഹജ്ജായി മാറുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ജീവിതം തന്നെ മാറുന്നത്. ഇന്ന് ജീവിതം മാറുന്നില്ല. പോയതിനേക്കാളേറെ കെട്ടിട്ടാണോ മടങ്ങി വരുന്നത് പേടിക്കണം. പോയതിനേക്കാളേറെ മോശമായിട്ടാണ് വരുന്നത് പേടിക്കണം. കാരണം പോയിട്ട് ചെയ്യേണ്ടതല്ല ചെയ്യുന്നത്. അവിടെ പോയിട്ട് എന്താണോ ഹജ്ജിന്റെ പ്രത്യേകമായ ഗുണങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് ഉലമാക്കൾ പറയുന്നുണ്ട്. ഹജ്ജിന്റെ ഒന്നാമത്തെ പ്രയോജനം എന്ന് പറയുന്നത് തൗഹീദിനെ ലോകത്ത് വിളംബരം ചെയ്യലാണ്. തൗഹീദ് ലോകത്ത് വിളംബരം ചെയ്യലാണ് ഹജ്ജിന്റെ ഒന്നാമത്തെ പ്രത്യേകത. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവേ നിനക്ക് ഞാൻ ഉത്തരം നൽകിക്കൊണ്ട് വരുന്നു എന്ന് പറയുമ്പോൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, അല്ലാഹുവേ നിനക്ക് ഉത്തരം തരുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ പറയുക, നിനക്ക് പങ്കുകാരനില്ല റബ്ബേ, നിനക്ക് നിന്നെ അല്ലാത്ത വേറൊരു ആരാധന എനിക്കില്ല. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക, നിനക്കാണ് സർവാധികാരങ്ങളും നിനക്കാണ് സർവസ്തുതികളും, നിന്റെ അനുഗ്രഹങ്ങളാണ്, എല്ലാം നിന്റെ ഉടമസ്ഥതയിലാണ്, എല്ലാ പ്രതാപവും നിന്റെ കയ്യിലാണ് എന്ന് പടച്ചവന് മാത്രം സമർപ്പിക്കേണ്ട അവന്റെ വിശ്വാസത്തെ ഇവിടുത്തെ ഏതെങ്കിലും ജീവിച്ചിരിക്കുന്നവർക്ക്, മരിച്ചവർക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും കല്ലിലും മണ്ണിലുമൊക്കെ സമർപ്പിച്ചുകൊണ്ട് ഇത് ഞാൻ ഒരിക്കലും മടിയില്ല എന്ന് തീരുമാനിച്ചിട്ട് എന്റെ സംഘടന പറഞ്ഞു തന്നത് ഞാൻ എന്റെ പല ഏതെങ്കിലും ഓഫീസിൽ കൊണ്ട് പണയം വെച്ചിട്ട് ഹജ്ജ് ചെയ്താലും ശരി, 1000 ഉംറ ചെയ്താലും ശരി, ഞാൻ മാറില്ലെന്ന് തീരുമാനിച്ചിട്ട് പോയാൽ ഹജ്ജ് എന്ത് പ്രയോജനം കിട്ടാനാ? ഹജ്ജിന് എന്ത് പ്രയോജനം കിട്ടാനാ? രണ്ടാമത് ഉലമാക്കൾ പറഞ്ഞതറിയോ, മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം ലോകത്ത് പ്രകാശിപ്പിക്കുന്ന കർമ്മമാണ് ഹജ്ജ്. ഒരേ വസ്ത്രം, പല ഭാഷ സംസാരിക്കുന്നവർ, പല ദേശക്കാർ, പല നിറക്കാർ ഒക്കെ ഒരുമിച്ച് കൂടി ഒരൊറ്റ വസ്ത്രം ധരിച്ച് ഒരൊറ്റ വാക്ക് പറഞ്ഞ് ഒരൊറ്റ റബ്ബിന്റെ മുന്നിലേക്ക് തിരിഞ്ഞ് മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യത്തെ ലോകത്ത് വിളിച്ചുവരുന്ന ഹജ്ജിന്റെ ഇടയിൽ പോലും ചർച്ച എന്തെന്നറിയോ? ഇവിടെയുള്ള ഇമാമിനെ പിന്തുടരാൻ പാടില്ലെന്ന് നീചമായ ഫത്വകൾ പുറപ്പെടുവിക്കുന്ന, മൃഗതുല്യമായി ഫത്വകൾ പുറപ്പെടുവിക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഹജ്ജിന് വന്നിട്ട് 1,00,000 നന്മ കിട്ടുമെന്ന് നബിതങ്ങൾ പഠിപ്പിച്ച ആ ഹജ്ജിന്റെ കർമ്മം നിർവഹിക്കാൻ വന്നിട്ട് കഅബാലയത്തിന്റെ ചുറ്റും തവാഫിന്റെ വസ്ത്രത്തിന്റെ കൂട്ടത്തിൽ ഒരു ബാഗുണ്ട്. ആ ബാഗിൽ സംഘടനയുടെ പേരെഴുതിയിട്ട് അവിടെ പോയി മൈക്കത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരെ ഈ ഉമ്മത്തിലെ മുനാഫിഖീങ്ങളാണ്. തിരിച്ചറിയണം. കഅബയുടെ അടുത്ത് പോലും ചർച്ച, ഹജ്ജിലൊരു തർക്കം പാടില്ല, ഹജ്ജിലൊരു തിന്മയും പാടില്ല എന്ന് ഖുർആൻ പഠിപ്പിച്ചു. ആ തിന്മയും തർക്കവും ഒക്കെ സർവ്വതും നടത്തി മിനയുടെ തെങ്ങിലും അറഫയുടെ മൈതാനിയിലും ഹജ്ജിന്റെ മുഴുവൻ ഘട്ടങ്ങളിലും സംഘടനകളും സംഘടനയുടെ സങ്കുചിതമായ മനസ്തുതിയുമൊക്കെ വെച്ചു പുലർത്തിയിട്ട് ഹജ്ജ് ചെയ്തിട്ട് മടങ്ങി വന്ന് പിന്നെയോ ഇവിടെ വന്നാൽ അതേ സംഘടനയുടെ ഏറ്റവും ഉയർന്ന പദവിയിലേക്ക് തനിക്ക് വസ്ത്രാരോഹണം ലഭിക്കുമ്പോ അതൊരു അഭിമാനമായി കൊണ്ടു നടക്കാൻ മാത്രം ഹാജിമാരെ തപ്പതിച്ചു പോകരുത്. അങ്ങനെ ഹജ്ജ് ചെയ്തിട്ട് എന്താ കാര്യം? അവിടെ പോയി ഒരു പ്രാവശ്യം ഉംറ ചെയ്തിട്ട് സഫ കഴിഞ്ഞ് മറുവയിൽ അവസാനിപ്പിച്ചു, സഅയ് അവസാനിപ്പിച്ച് അപ്പൊ ഇശാക്ക് വാങ്ങൂ, ഇശാൻസ്കരിക്കാൻ വേണ്ടി കയ്യിലിട്ടു. ഞങ്ങൾ ഇശാൻസ്കരിച്ച് കഴിയുമ്പോ ഇശാൻസ്കരിച്ച് തീരുന്നത് വരെ ഒരു കൂട്ടം ആളുകൾ നിസ്കരിക്കുന്നില്ല. നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇയാളെ വെച്ച് പ്രശ്നക്കാരനാണ്. ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ നിസ്കരിക്കാൻ സൂചിക്കുന്നത്? അത് ഈ ഇമാമിനെ പിന്തുടരാൻ ആലോചിക്കണം. ഒരാൾ ചെയ്ത പ്രശ്നമല്ല, ഒരു സമൂഹത്തെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ സ്നേഹത്തോടുകൂടി പ്രിയപ്പെട്ട ട്രാവൽസുകാരോട് ഒരു കാര്യം വിനയത്തോടുകൂടി ഞാൻ പറയാം. പ്രിയപ്പെട്ട ട്രാവൽസുകാർ, നിങ്ങൾ ചെയ്യുന്ന സേവനം നല്ലതാണ്. ഹാജിമാരെ ഉംറ ചെയ്യുന്നവർക്കുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരെ കൊണ്ടുപോകാൻ നിങ്ങൾ നിശ്ചയിക്കുന്ന അമീറുണ്ടല്ലോ, ആ അമീറങ്ങാണ് ഈ ഉമ്മത്തിന്റെ വിഘടനവാദിയാണ്, ഈ ഉമ്മത്തിന്റെ ഐക്യത്തെ തകർക്കുന്നവനാണ്. കൊണ്ടുപോയി വിദഗ്ധയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ മദീനയിൽ ഇഖാമത്ത് കൊടുക്കുമ്പോ റൂമിലേക്ക് തിരിക്കുകയാണ്. റൂമിലേക്ക് മദീനയിൽ ഇഖാമത്ത്, മസ്ജിദുൽ നബവിയിൽ ഒരു നിസ്കാരത്തിന് 50,000 നിസ്കാരത്തിന്റെ പ്രതിഫലം. അങ്ങനെയുള്ള മദീന മസ്ജിദിൽ നിന്നും അങ്ങനെയുള്ള മസ്ജിദുൽ നബവിയിൽ നിന്നും സഹാബാക്കൾ പോലും തിരക്ക് കൂട്ടിയിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ സഹാബി അല്ലാഹുവിന്റെ വഴി നബി തങ്ങൾ
മദീനയിൽ പോയിട്ട് ആ നബി തങ്ങൾക്ക് സലാം പറഞ്ഞാൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം അടക്കണമെങ്കിൽ ഈ ഉമ്മത്തിന്റെ ഐക്യം കാത്തു സൂക്ഷിക്കാൻ അവിടെ തീരുമാനമെടുക്കണം. അവിടെ പോയിട്ടും ഇവിടെ പിന്തുടരാൻ പാടില്ല. അതുകൊണ്ട് ഭൂമി നിസ്കരിച്ചോളാൻ പ്രിയമുള്ളവരെ, ഇതൊക്കെ ഇത്ര വിശദമായി പറയേണ്ടി വരുന്നതിൽ എനിക്ക് വിഷമമുണ്ടെങ്കിലും